ബഹുമാനപ്പെട്ട റോട്ടറി ക്ലബ് പ്രസിഡന്റ് ജ്യോതിഷ് സർ, സുമിത്രൻ സർ, അജിത് സർ, ജിതിൻ സെബാസ്റ്റ്യൻ സർ ആൻഡ് സദസ്സിൽ ആയിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, ഈ കരുനാഗപ്പള്ളി റോട്ടറി ക്ലബിന്റെ ഈ ഒരു ഫാമിലി മീറ്റിംഗ് ആൻഡ് പ്രസിഡന്റ് നൈറ്റില് നിങ്ങളോടൊപ്പം ഇന്ന് ഇവിടെ ആയിരിക്കാൻ സാധിക്കുന്നതിൽ എൻ്റെ വലിയൊരു സന്തോഷമായിട്ട് അഭിമാനമായിട്ട് കരുതുന്നു. ഇവിടെ വന്നപ്പോഴാണ് റോട്ടറി ക്ലബ്ബ്, കരുനാഗപ്പള്ളി റോട്ടറി ക്ലബ്ബ് ഇത്രയൊക്കെ പുരസ്കാരങ്ങളൊക്കെ വാങ്ങിക്കൂട്ടുന്ന വലിയൊരു സംരംഭമാണ്. കരുനാഗപ്പള്ളി ഏറ്റവും പ്രമുഖരായിട്ടുള്ള മാന്യ വ്യക്തികള്, സീനിയർ ഡോക്ടേഴ്സ്, ഒരുപാട് മേഖലകളിൽ വ്യക്തിമുദ്ര പതിച്ചിട്ടുള്ള വലിയ പ്രമുഖരായ വ്യക്തികളൊക്കെ ഇതിന്റെ അംഗങ്ങളാണെന്നുള്ള കാര്യങ്ങളിലും ഇതിന്റെ സുസ്ഥിരമായ പ്രവർത്തനങ്ങളിൽ ഞാനും വളരെ അഭിമാനം കൊള്ളുന്നു. ഇപ്പൊ ഈ ഒരു വൈകിയ വേളയിൽ ഒത്തിരി അധിക പ്രസംഗിയാകാതെ ഞാൻ ഒരു 4 കാര്യങ്ങൾ നിങ്ങളോട് പറയാനാ. ഞാൻ ഒരു ചെറിയൊരു 4 കാര്യങ്ങൾ നിങ്ങളോട് പെട്ടെന്നൊന്ന് സൂചിപ്പിച്ച് എന്റെ വാക്കുകൾ ചുരുക്കാവല്ലോ. ഒരു സൈക്കാട്രിസ്റ്റ് എന്ന നിലയിൽ, മാനസികാരോഗ്യ വിദഗ്ധ എന്ന നിലയിൽ പ്രായോഗികമായിട്ട് നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന 4 കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ, ഹാപ്പി ഹോർമോൺസ് എന്ന് പറയുന്ന ഒരു കാര്യം നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ പലരുടെ ഇവിടെ മെഡിക്കൽ ഡോക്ടേഴ്സ് ആയിട്ടുള്ള, വളരെ സീനിയർ മെഡിക്കൽ ഡോക്ടേഴ്സ് ആയിട്ടുള്ള ഒത്തിരി പേര് എന്റെ അരികിലും മുമ്പിലുമായിട്ടൊക്കെ ഇരിപ്പുണ്ട്. അപ്പൊ അതുകൊണ്ട് ഹാപ്പി ഹോർമോൺസ് എന്നുള്ള ഒരു കാര്യം പറയുമ്പോൾ തന്നെ എന്തായിരിക്കും ഈ ഹാപ്പി ഹോർമോൺസ് എന്നുള്ള കാര്യം നിങ്ങളിൽ പലർക്കും തന്നെ അറിയാവുന്നവരുണ്ട്, പിന്നെ ചെറുപ്പക്കാരും കുഞ്ഞുങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മളുടെ ശരീരത്തിൽ നമ്മളുടെ മനസ്സിന്റെ മൂഡ് സ്റ്റേറ്റ്, മനസ്സിന്റെ അവസ്ഥ റെഗുലേറ്റ് ചെയ്യുന്ന പല കെമിക്കൽസ്, പല രാസപദാർത്ഥങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ട്. അപ്പൊ അതിന്റെ വ്യതിയാനങ്ങൾ അനുസരിച്ച് വലിയൊരു തോതിൽ നമ്മളുടെ മനസ്സിന്റെ സന്തോഷം അതിനെ ആശ്രയിച്ചിരിക്കും. അപ്പൊ നാച്ചുറലായിട്ട് തന്നെ, വളരെ പ്രകൃത്യാ തന്നെ, അതായത് വലിയ മരുന്നൊന്നും എടുക്കാതെ തന്നെ നമ്മളുടെ മനസ്സിനെ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യാൻ, മനസ്സിന്റെ സന്തോഷത്തെ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യാൻ നമുക്ക് സാധിക്കുവാണെങ്കിൽ അത് വളരെ നല്ലൊരു കാര്യമാണ്, അല്ലേ? വളരെ വളരെ സിമ്പിളായുള്ള ചില കാര്യങ്ങളാണ് നമ്മളും അറിഞ്ഞോ അറിയാതെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളാണ്. എന്നാൽ അത് കുറച്ചുകൂടെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ ആ കാര്യങ്ങളിൽ കുറച്ചുകൂടെ ഒരു ഊന്നല് കൊടുത്തുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ കുറച്ചുകൂടെ സന്തോഷമുള്ളവരായിട്ട്, സമാധാനമുള്ളവരായിട്ട്. ഇന്ന് ആൾക്കാർക്ക് പണമുണ്ട്, പ്രതാപമുണ്ട്, പ്രശസ്തിയുണ്ട്, വലിയ ബാങ്ക് ബാലൻസ്, വലിയ വലിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ പലർക്കും എന്തില്ല? സന്തോഷമില്ല, സമാധാനമില്ല, ഒരു സ്വസ്ഥതയില്ല, ഉറക്കമില്ല. ഏതെങ്കിലും സന്തോഷവും സമാധാനവും വാങ്ങിക്കാൻ കിട്ടുമായിരുന്നെങ്കിൽ ആദ്യം നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ ചെന്ന് അത് തന്നെ കിലോ കണക്കിന് എടുത്ത് വാങ്ങിച്ചതിന്. വെച്ചാൽ അങ്ങനെ വാങ്ങിക്കാൻ കിട്ടാത്തൊരു സാധനമാണ്. എന്താ, നമുക്ക് ചില കാര്യങ്ങൾ നമ്മൾ ഈ പറഞ്ഞ ഹാപ്പി ഹോർമോൺസ് എന്ന് പറയുമ്പം അത് ഓർക്കാൻ എളുപ്പത്തിന് ഞാനൊരു അക്രോണിം അല്ലെങ്കിൽ ന്യൂമോണിക് എന്നൊക്കെ നമ്മൾ പറയും. എന്ന് പറഞ്ഞാൽ അതിന്റെ ആദ്യത്തെ 4 ലെറ്റേഴ്സ് ഡോസ് എന്ന് പറയാം, DOSC. നമ്മൾ ഡോക്ടർമാരെന്ന് പറയുമ്പോഴേ ഒരു ഡോസ് കുറിക്കുന്ന ആൾക്കാരെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്താ, എല്ലാ ദിവസവും ഈ ഡോസിൽ കഴിക്കണം, 3 നേരം കഴിക്കണം, അല്ലെങ്കിൽ ഇത് രാവിലെ ആഹാരത്തിന് മുമ്പ് കഴിക്കണം, അങ്ങനെ ഡോസ് കുറിക്കുന്ന ആൾക്കാർ DOSC. അപ്പൊ ആ DOSC എന്തൊക്കെയാണെന്ന് നമ്മളൊന്ന് കണ്ട നമ്മൾക്ക് കുറച്ചുകൂടെ നമ്മളുടെ ജീവിതം കുറച്ചുകൂടെ അർത്ഥവത്തായിട്ട് സന്തോഷഭരിതമായിട്ട് ആക്കി തീർക്കാൻ നമുക്ക് സാധിക്കും, ശാസ്ത്രീയമായിട്ട് തന്നെ. അപ്പം ഡി ഫോർ ഡോപ്പമിൻ. ഡോപ്പമിൻ എന്ന് പറയുന്നൊരു ന്യൂറോ കെമിക്കല്, നമ്മളുടെ ബ്രെയിനിലുള്ള പ്ലഷർ ന്യൂറോ ട്രാൻസ്മിറ്റർ, സന്തോഷത്തിന്റെ ഒരു രാസപദാർത്ഥം, അല്ലെങ്കിൽ റിവാർഡ് കെമിക്കൽ, നമ്മുടെ മോട്ടിവേഷൻ, പെർസ്യൂട്ട്, നമ്മൾക്ക് പല കാര്യങ്ങളും ചെയ്യാനുള്ള ഒരു പ്രേരക ശക്തി. അതുപോലൊക്കെ നമുക്ക് മനസ്സിൽ വളരെ സന്തോഷം ഉണ്ടാകുമ്പോൾ വളരെ റിലീസ്ഡ് ആവുന്ന ഒരു ഹോർമോണാണ് ഡോപ്പമിൻ. അപ്പൊ ഡോപ്പമിൻ പാത്വേ തന്നെ, റിവാർഡ് പാത്വേ എന്നൊക്കെ ബ്രെയിനിൽ, ഞാൻ വലിയ വലിയ വാക്കുകൾ പറയുന്നില്ലെങ്കിലും കാര്യങ്ങളൊന്ന് അതിന്റെ ഒരു ശാസ്ത്രീയ അടിത്തറ പറയാൻ വേണ്ടി, റിവാർഡ് പാത്വേ എന്ന് പറഞ്ഞൊരു ഡോപ്പമിനർജിക് സർക്യൂട്ട് തന്നെ നമ്മുടെ ബ്രെയിനിലുണ്ട്. ഇപ്പൊ ഇന്ന് പല ചെറുപ്പക്കാരൊക്കെ മയക്കുമരുന്നിനും ലഹരിക്കും ഒക്കെ അടിമയാക്കി പോകുമ്പം എന്താ, അവര് ഈ ഒരു ഡോപ്പമിൻ സ്പൈക്കിന് വേണ്ടിയാ പല കാര്യങ്ങളിലേക്കൊക്കെ ചെന്ന് എത്തിപ്പെടുന്നത്. ഇന്നലെ ആ പയ്യൻ, ഒരു 28 വയസ്സുള്ള ഒരു പയ്യൻ അവിടെ വീട്ടിൽ എന്റെ OP-യിൽ വന്ന്, പുള്ളി ആദ്യമായിട്ട് കൺസൾട്ടേഷന് വരുന്നത്, ചെറുപ്പക്കാരൻ, 28 വയസ്സ്, യുവാവ്. പുള്ളി ഗൾഫിലൊക്കെ ആയിരുന്നു, ചില സംരംഭങ്ങളും ബിസിനസ് സംരംഭങ്ങളും ഒക്കെ ആയി. പക്ഷേ പണമൊക്കെ വന്നു, കുറേയൊക്കെ ആയി. അപ്പോഴത്തേക്കും എന്താ, പുള്ളി കുറച്ച് സിന്തറ്റിക് ഡ്രഗ്സ് ഒക്കെ ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പൊ ഞാൻ ഇന്ന് ഇത് പ്രസംഗം പറയാൻ വേണ്ടി എന്തെങ്കിലും ഒരു കഥ കെട്ടിച്ചമച്ച് പറയുന്നില്ല. ഇന്നലെ ഈ പയ്യനെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ആലോചിച്ചു, നാളെ എനിക്ക് ഈ ഒരു ഡോസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇദ്ദേഹത്തെ കുറിച്ച് തന്നെ പറയണം. പുള്ളി അത് കഴിഞ്ഞിട്ട് പുള്ളി അങ്ങ് ഓൾമോസ്റ്റ് വാസ് ബേഴ്സ്റ്റിംഗ് ഇൻടു ടിയേഴ്സ്. ഡോക്ടർ, എന്റെ ജീവിതം അങ്ങ് നശിച്ചു, എനിക്ക് എങ്ങനെയെങ്കിലും. പുള്ളി എവിടേക്കോ പല റീഹാബ് സെന്റേഴ്സിലൊക്കെ കുറെ നാളുകളൊക്കെ ചെന്ന് നിന്നായിരുന്നു. അത് കഴിഞ്ഞിട്ടും പുള്ളിക്ക് വല്ലാതെ ക്രേവിങ്, കുറെ കഴിയുമ്പോഴത്തേക്കും പിന്നെയും ഇത് പലതും ഒക്കെ ഉപയോഗിക്കണം, അങ്ങനെയൊക്കെയുള്ള വല്ലാതെ ക്രേവിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് പുള്ളിക്കാരൻ അത്
ഇപ്പോഴത്തെ ഗവൺമെന്റിനെയൊക്കെ അഭിനന്ദിച്ചുകൊണ്ട് പറയുമായിരുന്നു ഈ ഓപ്പറേഷൻ തൂഫാനും എങ്ങനെയൊക്കെ ആയിട്ട് ഇത് എങ്ങനെയെങ്കിലും ഒന്ന് കിട്ടാതായെങ്കിലും ഞാൻ വിചാരിക്കുവാണ്. പക്ഷേ ഇങ്ങനെ പല പല മുഖാന്തരങ്ങൾ പുള്ളിക്കാൻ ഇത് എവിടുന്ന് വരുന്നെന്ന് അറിയത്തില്ല. പക്ഷേ ചിലരെ ഇങ്ങനെ വിളിക്കുമ്പോൾ അവരിങ്ങനെ കണക്ട് ചെയ്ത് എങ്ങനെയോ പുള്ളിക്ക് കാര്യങ്ങളൊക്കെ കിട്ടുന്നു. പക്ഷേ എനിക്കിതിന്റെ അറുതി വരുത്തണം. അപ്പൊ ആ ഒരു റിമോട്ട് പാത്വേ, ഡോപ്പമിൻ പാത്വേ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രെയിനിലെ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ്, ന്യൂക്ലിയസ് അക്കംബൻസ്, വെൻട്രൽ ടെഗ്മെന്റൽ ഏരിയ, അങ്ങനെയൊക്കെ പറയുന്ന പല ഏരിയാസ് കണക്ട് ചെയ്ത് ഡോപ്പമിനർജിക് സർക്യൂട്ടിൽ നമ്മൾ ഈ ലഹരി പദാർത്ഥങ്ങൾ ഈ ചെറുപ്പക്കാർ അവര് ഉപയോഗിക്കുന്നവര്, ഇപ്പൊ ലഹരി പദാർത്ഥങ്ങൾ ഇപ്പം മദ്യമാകട്ടെ, പുകയിലയാവട്ടെ, കഞ്ചാവാവട്ടെ, MDMA, LSD എന്ന് വേണ്ട ഇതുപോലെ സിന്തറ്റിക് ഡ്രഗ്സും കാര്യങ്ങളും ഒക്കെ പലതും ഒക്കെ ഉപയോഗിക്കുമ്പോൾ ആ ഡോപ്പമിൻ അങ്ങ് വല്ലാതെ അധികമായിട്ട് സെക്രീറ്റ് ചെയ്യുമ്പോൾ പിന്നെ അവർക്ക് ആ ഒരു സന്തോഷം കിട്ടാൻ വേണ്ടി അവര് വീണ്ടും ഇതിനൊരു അടിമയായി പോകുന്ന ഒരു പ്രതിഭാസമാണ് ചെറുപ്പക്കാരിൽ കണ്ടുവരുന്നത്. അപ്പം പക്ഷേ നമുക്ക് നാച്ചുറലായിട്ട് തന്നെ എങ്ങനെ ഈ ഡോപ്പമിൻ നമുക്ക് ഒരു സർജ് ഉണ്ടാവാൻ ഒക്കുന്നേ? ഈ ഡോപ്പമിൻ സർജിന് നമ്മൾ അതിന് റിവാർഡ് കെമിക്കൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ തന്നെ നമ്മൾ അച്ചീവ് ചെയ്യുവാണെങ്കിൽ അതൊരു ഡോപ്പമിൻ സർജ് ഉണ്ടാക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമുക്ക് ഈ അവാർഡും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് ഒരു ഡോപ്പമിൻ സർജ് ഉണ്ടാക്കുന്നു. അപ്പൊ അടുത്ത പ്രാവശ്യം ഇതിനെക്കാട്ടി കൂടുതൽ എനിക്ക് അവാർഡ് വാങ്ങിക്കണം. അപ്പം നമുക്ക് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ തന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾ, അത് ഇപ്പൊ നമുക്ക് ചില കാര്യങ്ങൾ, ചില ടാസ്കുകൾ ചെയ്യാനുണ്ട്. അത് തന്നെ നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ ചെറിയ സ്മോളർ ടാസ്ക് ആയിട്ട്, അതിലും ചെറിയ ചില ടാസ്കുകളായിട്ട് ഇത്ര സമയമുണ്ട്, അടുത്ത അരമണിക്കൂറിനുള്ളിൽ. ഇപ്പൊ നമ്മള് ഐഡിൽ മൈനസ് ഡെവിൾസ് വർക്ക്ഷോപ്പ് എന്നാ പറയുന്നത്. മടിയന്റെ മനസ്സ് പിശാചിന്റെ മണി പറയും. ചുമ്മാതിരിക്കുമ്പോഴായിരിക്കും ആവശ്യമില്ലാത്ത ചിന്തകളൊക്കെ വന്ന് നമ്മുടെ മനസ്സ് വെറുതെ എന്തെങ്കിലുമൊക്കെ മൊബൈൽ സ്ക്രോൾ ചെയ്തോ അല്ലെങ്കിൽ വേറെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലോ ഒക്കെ ചിലപ്പം പരദൂഷണം പറഞ്ഞോ അല്ലെങ്കിൽ ആൾക്കാരുടെ കുറ്റം ചിന്തിച്ചോ അല്ലെങ്കിൽ വെറുതെ ബാക്കിയുള്ള ആൾക്കാരുമായിട്ട് നമ്മളെ തന്നെ കമ്പയർ ചെയ്തോ ഒക്കെ നമ്മൾ ഉള്ള സന്തോഷം കൂടെ നശിപ്പിക്കുന്ന ആൾക്കാരെ. പക്ഷേ നമ്മളുടെ ഉള്ള സമയം കുറച്ചുകൂടെ ടാർജറ്റഡ് ആയിട്ട്, കുറച്ചൊരു സെറ്റ് ടാർജറ്റ്സ് ആൻഡ് അച്ചീവ് ദം, സെറ്റ് സ്മോൾ അച്ചീവബിൾ ടാർജറ്റ്സ്. ഇപ്പൊ ഈ അടുത്ത ദിവസം, ഇപ്പൊ നാളെ ഒരു ദിവസം എനിക്ക് കിട്ടുമ്പോൾ ഒരു ദിവസം ഇപ്പൊ ഒരു അവധി ദിവസം കിട്ടുന്നു, അല്ലെങ്കിൽ ഇന്നൊരു ദിവസം കിട്ടുന്നു, കുറച്ച് സമയം എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നു. ആ സമയത്ത് എനിക്ക് പ്രയോജനകരമായിട്ട് എന്തൊക്കെ ചെയ്തു തീർക്കാൻ വെക്കും? ഇനി വരുന്ന ഒരു അരമണിക്കൂറിനുള്ളിൽ ഇന്ന കാര്യങ്ങൾ വായിച്ചു തീർക്കണം, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങളൊക്കെ ചില ഒരു ടു ഡു ലിസ്റ്റ്, ഇപ്പൊ നമുക്ക് മൊബൈലിലൊക്കെ ആപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്തെങ്കിലും ഒരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കി ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനുണ്ട്, അതൊന്ന് പ്രയോറിറ്റൈസ് ചെയ്ത് വെരി ഏർജന്റ്, വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളൊന്ന് മാർക്ക് ചെയ്ത് അതിന്റെ ഒരു ശ്രേണി, അതിനൊരു ഗ്രഡേഷൻ ഒക്കെ കൊടുത്ത് പെട്ടെന്ന് പല കാര്യങ്ങളും ചെയ്തു തീർക്കും. അതുവരെ നമ്മൾ പ്രൊക്രാസ്റ്റിനേഷൻ ഇസ് എ തീഫ് ഓഫ് ടൈം. വീണ്ടും മാറ്റിവെച്ച് നമ്മള് ഇത് തന്നെ കഴിഞ്ഞ ദിവസം തന്നെ ഒരു ചെറുപ്പക്കാരൻ ചോദിക്കണം, ഡോക്ടർ ഇതൊരു പ്രൊക്രാസ്റ്റിനേഷൻ ഒരു രോഗമാണോ? അത് രോഗം എന്ന് പറയാനൊക്കത്തില്ല, അത് നമ്മളുടെ ഒരു മടിയുടെ ഒരു ഭാഗമായിട്ട് വരുന്ന ഒരു കാര്യമാണ്. പക്ഷെ നമ്മൾ പല കാര്യങ്ങളും ഒരു ടൈം ടേബിൾ, ഒരു ടൈം ഷെഡ്യൂൾ, ആറ്റിൽ കളഞ്ഞാലും അളന്ന് കളയണം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തിനും ഒരു അളവ് വെച്ച് കാര്യങ്ങളൊക്കെ ഒരു ഷെഡ്യൂൾ ചെയ്ത കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ, ഇന്ന് ചെറുപ്പക്കാരൊക്കെ പലപ്പോഴും വളരെ കംപ്ലേസന്റ് ആണ്. അവരുള്ള അവസ്ഥയെ കുറിച്ച് വലിയ തൃപ്തിയാണ്. പക്ഷെ നമുക്ക് ഇനി അച്ചീവ് ചെയ്യാൻ ഒക്കും. പലരും റിട്ടയർഡ് ലൈഫൊക്കെ ആകുമ്പോഴത്തേക്കും ഇനിയിപ്പോ എന്റെ ജീവിതമൊക്കെ ജീവിത സായാഹ്നമായി, ഇനിയിപ്പോ വലിയതായിട്ടൊന്നും ചെയ്യാനില്ല എന്നാൽ നമുക്കിവിടെ വളരെ നമ്മുടെ മാന്യരായിട്ടുള്ള നമ്മുടെ നല്ല റോട്ടറിയൻസ് അവർ ചെയ്യുന്ന ജെറിയാട്രിക് ക്ലിനിക്കും അതുപോലുള്ള ആതുര സേവനങ്ങളും കാര്യങ്ങളൊക്കെ എത്ര വലിയ മാതൃക എന്ന് വെച്ചാൽ നമുക്ക് എത്ര ഇനിയിപ്പോ 70, 80, 90, 100 വയസ്സായാലും നമുക്ക് ആ പ്രായത്തിൽ ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ. ഞാൻ പലപ്പോഴും ഈ ഓർമ്മക്കുറവായിട്ടൊക്കെ വയസ്സ് ചെയ്യുന്ന ആൾക്കാരൊക്കെ വരുമ്പം ഞാൻ അവരോട് പറയുന്നൊരു കാര്യമുണ്ട്, ഉപയോഗിക്കാത്ത പിച്ചാത്തി തുരുമ്പെടുക്കും എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ ഉപയോഗിക്കാതെ വെച്ചുകൊണ്ടിരുന്നാൽ കുറെ കഴിയുമ്പോൾ ഉള്ള ഓർമ്മയും കൂടെ പോകും. അതുകൊണ്ട് നിങ്ങൾ എല്ലാത്തിലും ഇൻവോൾവ് ആകുക. നിങ്ങൾ പത്രം വായിക്കണം, നിങ്ങൾ TV കാണണം, നിങ്ങളുടെ പഞ്ചായത്തിലെ മെമ്പർ ആരാണ്, നിങ്ങളുടെ അവിടെ MLA ആരാണ്, ഇപ്പോഴത്തെ മന്ത്രിമാരാരൊക്കെയാ, അല്ലെങ്കിൽ ലോകത്ത് എന്താ നടക്കുന്നേ, ഇസ്രയേൽ ഇറാൻ യുദ്ധം എവിടം വരെ എത്തി, അതുപോലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ വാർത്ത കേൾക്കണം, വാർത്ത വായിക്കണം, ബാക്കിയുള്ള സുഹൃത്തുക്കളുമായിട്ട് വിളിക്കണം, സംസാരിക്കണം, മക്കളെ വിളിക്കണം, കൊച്ചുമക്കളെ വിളിക്കണം. എല്ലാത്തിലും കാര്യങ്ങളിലൊക്കെ നമ്മൾ ഇൻവോൾവ് ആകുകയും പല കാര്യങ്ങളിൽ നമുക്ക് വളരെ പൊട്ടൻഷ്യൽ ഉണ്ട്. പക്ഷെ നമുക്ക് ആനയുടെ വലിപ്പം അറിയത്തില്ല. നമുക്ക് എന്തെല്ലാം നമ്മളുടെ ഫുൾ പൊട്ടൻഷ്യലൊക്കെ നമ്മൾ ഉപയോഗിക്കുമായിരുന്നെങ്കിൽ ഈ നമ്മുടെ കൊച്ചു കേരളമൊക്കെ തന്നെ ഇനിയും വലിയ അച്ചീവ്മെന്റിലേക്ക് പോകാനൊക്കെ. അപ്പൊ നമുക്ക് ദൈവം തന്നിട്ടുള്ള ഒരു ചെറിയൊരു ജീവിതം, അതിന് ഒരു മാക്സിമം പൊട്ടൻഷ്യലിലേക്ക് എത്തിക്കാൻ തക്കവണ്ണം ഓരോ ടാർജറ്റ്സ് വെച്ച് പല കാര്യങ്ങളും ഒക്കെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും ഒക്കെ എന്ത് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ച് കുടുംബമായിട്ട് ചിലപ്പോൾ മറ്റുള്ളവർ ചിലപ്പോൾ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും, ചിലപ്പോൾ ഒരു നല്ല വാക്ക് പറയുന്ന കാര്യങ്ങളായിരിക്കും, ചിലപ്പോൾ നമ്മുടെ ബന്ധുക്കളായിട്ടുള്ള ചില വീക്കായിട്ടുള്ള ചില ചെറുപ്പക്കാരെ ഒന്ന് എൻകറേജ് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു സിക്കായിട്ടുള്ള ഒരു ഫാമിലി ചെന്ന് വിസിറ്റ് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ചിലർക്ക് എന്തെങ്കിലും ഒരു പ്രാക്ടിക്കലായിട്ട് എന്തെങ്കിലും ഒരു സാമ്പത്തിക സഹായം എന്തെങ്കിലും ഒന്ന് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ നമ്മൾ ഓരോ കാര്യങ്ങളും ലിമിറ്റ്സും ഗോൾസും ഒക്കെ വെച്ച് നമ്മൾ അച്ചീവ് ചെയ്യുമ്പോൾ ദാറ്റ് വിൽ സ്പർ ദ റിലീസ് ഓഫ്
ഡോപ്പമിൻ ഇൻ അവർ സിസ്റ്റം. അപ്പൊ ആ ഒരു റിവാർഡ് കെമിക്കൽ, അതാ ഡി ഫോർ ഡോപ്പമിൻ. അപ്പൊ ഞാൻ ഡോസ് പറഞ്ഞു, ഓ ഫോർ ഓക്സിറ്റോസിൻ. ഓക്സിറ്റോസിന്റെ വേറൊരു പേരാണ് ലവ് ഹോർമോൺ ഓർ കടിൽ ഹോർമോൺ. ഞാൻ ഈ ലവ് ഹോർമോൺ, കടിൽ ഹോർമോൺ, ഓക്സിറ്റോസിൻ എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ എൻ്റെ ഏറ്റവും ഇളയ മോളിനെയാണ് നോക്കുന്നത്. മോൾ അവിടെ ഇരിക്കുന്നുണ്ട്, 2ാം ക്ലാസ്സുകാരിയാണ്. മോളുടെ ടീച്ചറാണ് നമ്മുടെ ജ്യോതിഷ് സാറിന്റെ വൈഫായിട്ടുള്ള ഷീജ മാഡം, അവിടെ SNCS ആലങ്കടവിലെ SN സെൻട്രൽ സ്കൂളിലെ ടീച്ചർ. അപ്പം ഇന്ന് കടിൽ ഹോർമോൺ എന്ന് പറഞ്ഞാല് ഞങ്ങള് ഇളയ മോളെ വിളിക്കുന്ന ഒരു ഓമന പേര് എന്ന് പറഞ്ഞാൽ ഓക്സിറ്റോസിൻ കുക്കുടു എന്നാണ്. എന്ന് പറഞ്ഞാല് സ്കൂൾ വിട്ട് വരുമ്പോഴത്തേക്കും അങ്ങ് ഓടി വന്ന് അങ്ങ് കെട്ടിപ്പിടിക്കുകയും ഹഗ് ചെയ്യുകയും കിസ് ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോൾ ഉള്ള ഒരു റിലീസ്, ഒരു റിലാക്സേഷൻ, ഒരു സ്ട്രെസ് റിലീഫ് ഉണ്ട്. ഞാൻ തന്നെ ഞങ്ങളുടെ മക്കളെ കുറിച്ച് പറഞ്ഞു വെച്ചാൽ ഗ്രാൻഡ് പേരൻസ് സ്ട്രെസ് ബസ്റ്റേഴ്സ് എന്നാ പറയുന്നത്. എന്നുവെച്ചാല് പലപ്പോഴും നമ്മളെല്ലാവരും അങ്ങ് ഭയങ്കര സീരിയസ് ആയിട്ട് ഇങ്ങനെ മസിൽ പിടിച്ചിരിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ നമ്മളെ കുഞ്ഞുങ്ങളെയൊക്കെ, നമ്മളുടെ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കാനും ഉമ്മ വെക്കാനും ഒരുമിച്ച്, ഇപ്പൊ നമ്മൾ ചിലപ്പം നിങ്ങളുടെയൊക്കെ പലരുടെയും മക്കളൊക്കെ അങ്ങ് കുറച്ച് വയസ്സൊക്കെ ചെന്ന വലിയ പ്രായം പൊക്കത്തൊക്കെ എത്തിയിട്ടുള്ള ആളായിരിക്കും. പക്ഷെ എങ്കിലും കഴിഞ്ഞ ഞായറാഴ്ച എന്തായിരുന്നു, വാട്ട് വാസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് ലാസ്റ്റ് സൺഡേ? ഇറ്റ് വാസ് ഫാദേഴ്സ് ഡേ. പിതാക്കന്മാരുടെ ദിവസം, ഫാദേഴ്സ് ഡേ ആയിട്ട് ഇന്റർനാഷണൽ സെലിബ്രേറ്റ് ചെയ്തതായിരുന്നു. ജൂണിലെ 3rd സൺഡേ ആണെന്ന് തോന്നുന്നു. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഞാനത് ഓർക്കുന്നത്, എന്റെ കുഞ്ഞുങ്ങൾ വന്ന് അച്ഛാ ഇന്നാ ഫാദേഴ്സ് ഡേ എന്ന് പറഞ്ഞു വന്ന് വിഷയപ്പോഴേ ഞാനത് പിന്നെ ഓർക്കുകയും പിന്നെ അവിടെ ചർച്ചിലൊക്കെ അത് പിന്നെ അനൗൺസ് ചെയ്ത് ഞങ്ങൾ ഫാദേഴ്സ് ആയിട്ടുള്ളവരെയൊക്കെ എഴുന്നേൽപ്പ് ചേർത്ത് അപ്രീഷിയേറ്റ് ചെയ്യുകയൊക്കെ ചെയ്തത്. അപ്പൊ ഞാൻ പറഞ്ഞു വെച്ചാൽ ആ ഒരു ഓക്സിറ്റോസിൻ, ആ ഒരു കടിൽ ഹോർമോൺ കടിൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ചേർത്ത് കെട്ടിപ്പിടിക്കുന്നതിന് പറയും. നമ്മുടെ കുടുംബ ബന്ധങ്ങൾ ഇന്ന് പലപ്പോഴും നമ്മൾ ചേർത്ത് കെട്ടിപ്പിടിക്കുന്ന മൊബൈൽ ഫോണിനെ മാത്രമാണ്. എപ്പോഴും ഇങ്ങനെ ചില ഭാര്യ ഭർത്താക്കന്മാർ കൗൺസിലിങ്ങിന് വരുമ്പോൾ പറയും, അയ്യോ ഡോക്ടറെ ഞാൻ ഇദ്ദേഹത്തിന്റെ മൊബൈലായിരുന്നെങ്കിൽ എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. എന്ന് വെച്ചാൽ ഇപ്പോഴും ഇദ്ദേഹം മൊബൈലിനെ മാത്രമേ തോണ്ടിക്കൊണ്ടിരിക്കുന്നുള്ളൂ, എന്നെ തോണ്ടാന്, എന്നോടൊന്ന് വർത്താനം പറയാന്, എന്നോട് സമയം ചെലവഴിക്കാനില്ല. ചിലപ്പം ഭർത്താക്കന്മാരുടെ കംപ്ലൈന്റ് ആയിരിക്കും, ഭാര്യമാരെപ്പോഴും അവളെപ്പോഴും ഇങ്ങനെ കൂട്ടുകാരികളുമായിട്ട് ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, എന്നോടൊരു സമയമില്ല. പലപ്പോഴും നമ്മൾ ശരിയാണ്, നമുക്ക് മൊബൈൽ ഫോൺ ഒഴിച്ചുകൂടാൻ പറ്റാത്ത വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, നമുക്ക് കമ്മ്യൂണിക്കേഷന് ഒത്തിരി ഉപയോഗമുള്ള കാര്യമാണ്. എന്നാൽ നമ്മൾ മറന്നു പോകരുതാത്ത കാര്യം എന്താ, നമ്മൾ ആ ഒരു ഫാമിലി ടൈം ടുഗദർ, ഒരുമിച്ച് കുടുംബമായിട്ട് എല്ലാവരും ഒന്ന് കൈകോർത്ത് നിന്ന് പ്രാർത്ഥിക്കാനും ഒരു നല്ലൊരു സമയം ചെലവഴിക്കാനും ഒരുമിച്ച് ഒന്ന് ഇപ്പം ഈവൻ പല നിങ്ങളൊക്കെ വളരെ വന്യവയോധികരായിട്ടുള്ളവരും ഒരുപാട് സ്ഥലങ്ങളിൽ ഇരിക്കുന്നവരൊക്കെ, പക്ഷെ പലരും പറയും ഭാര്യ ഭർത്താക്കന്മാരാണ്, പക്ഷെ എന്താ 2 റൂമിലാണ് കിടക്കുന്നത്, പല ഒന്ന് ഒത്തുചേർന്ന് ഇരിക്കുന്ന കാര്യങ്ങളിലോ ബാക്കി പല കാര്യങ്ങളിലോ ഒക്കെ അങ്ങ് ആ മക്കളൊക്കെ വലുതായി, ഇനിയിപ്പം ഞങ്ങൾ എന്താ എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു നല്ല, മറിച്ച് ആ ഒരു ടച്ചില് നമ്മൾ ചേർത്ത് പിടിക്കുമ്പോൾ ഭാര്യാഭർത്തൃ ബന്ധത്തിലാവട്ടെ, അപ്പനമ്മമാരും മക്കളുമായിട്ടുള്ള ബന്ധത്തിലാകട്ടെ, സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ ആ ഒരു ചേർത്ത് പിടിക്കുകയും കെട്ടിപ്പിടിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഒരു ഹഗ്ഗിങ് കിസ്സിങ്ങിലൊക്കെ വരുന്ന ഒരു റിലീസ് ഓഫ് ഒരു സ്ട്രെസ് ഉണ്ട്. അതാണ് ഓക്സിറ്റോസിൻ ഹോർമോൺ എന്ന് പറയുന്നത്. അത് നമ്മളുടെ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കാൻ ഞാൻ പലപ്പോഴും മാതാപിതാക്കളോട് പറയുന്ന കാര്യം, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ എസ്പെഷ്യലി ഇപ്പം നമ്മൾ കൊച്ചു കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ 2-3 വയസ്സുള്ളവരെ നമ്മളെല്ലാം കുഞ്ഞുങ്ങളെ എടുക്കും ഉമ്മവെക്കുകയൊക്കെ ചെയ്യും. കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് നമ്മളൊരു കൊച്ചുങ്ങളൊക്കെ വലുതായി. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ 3 വയസ്സാകുമ്പോൾ ഉമ്മവെക്കുന്ന അതേ കുഞ്ഞിനെ 5 വയസ്സാകുമ്പോൾ ഉമ്മവെക്കണം, 10 വയസ്സാകുമ്പോൾ ഉമ്മവെക്കണം, 12 വയസ്സാകുമ്പോൾ ഉമ്മവെക്കണം, 15 വയസ്സാകുമ്പോൾ ഉമ്മവെക്കണം. ഞാൻ പറഞ്ഞു വെച്ചാൽ ടീനേജ് പ്രായം ആകുമ്പോഴത്തേക്കും അവരെ നമ്മൾ അതുപോലെ ചേർത്ത് പിടിച്ച് ഉമ്മവെക്കുകയും അവർക്ക് എന്തും വന്ന് പറയാനുള്ള ഒരു നല്ലൊരു ബോണ്ടിങ് നമ്മൾ അവർക്ക് ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിൽ എന്ത് പറ്റും? അവര് വേറെ പല കാര്യങ്ങളിലേക്കും, വേറെ പല തെറ്റായിട്ടുള്ള കാര്യങ്ങളിലേക്കും ഒക്കെ ചെന്ന് സ്നേഹം കണ്ടെത്താൻ, അവരെ കെട്ടിപ്പിടിക്കാൻ ഉമ്മ വെക്കാനൊക്കെ ധാരാളം ആൾക്കാർ ലോകത്തിലെ തെറ്റായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ കാണും. അപ്പം നമ്മൾ മാതാപിതാക്കളാണ് അവരുമായിട്ട് ആ ഒരു നല്ലൊരു ബോണ്ടിങ്, ശരിയാണ്, അവർക്ക് നല്ല സുഹൃത്ത് ബന്ധങ്ങളും കാര്യങ്ങളും എല്ലാം ആരോഗ്യകരമായ നല്ല സുഹൃത്ത് ബന്ധങ്ങൾ വേണമെന്ന് മാതാപിതാക്കളുമായിട്ടുള്ള ഒരു ഊഷ്മളമായിട്ടുള്ള ഒരു ബന്ധം, കുഞ്ഞുങ്ങൾ ഏത് പ്രായത്തിലും അവരെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കാനും അവരുടെ ഒന്ന് തലോടാനും അവർക്കൊന്ന് അവരെ ഒന്ന് ചേർത്ത് നിർത്താന് ഉള്ള ആ ഒരു ഊഷ്മള ബന്ധം, ഭാര്യാഭർത്തൃ ബന്ധത്തിലുള്ള ആ ഒരു ഊഷ്മളത പലപ്പോഴും അങ്ങ് ഭാര്യാഭർത്താക്കന്മാരാണ് മക്കളൊക്കെ ഉണ്ടായി കുറെ കഴിയുമ്പം പിന്നെ 2 ധ്രുവങ്ങളിലാണ് പല ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലുള്ള പല വിള്ളലുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിന് അതിശയം തോന്നും. പക്ഷെ നമ്മൾ ആ കാര്യങ്ങളിലൊക്കെ ഒരു വ്യത്യാസങ്ങൾ കൊണ്ടുവരണം. ഒരു ഓക്സിറ്റോസിൻ റിലീസ്, ഫാമിലി ആയിട്ടുള്ള ഒരു ടൈം. ശരിയാണ്, ചിലപ്പം പലയിടങ്ങളിൽ വർക്ക് ചെയ്യുന്ന ഭാര്യാഭർത്താക്കന്മാരോ കുഞ്ഞുങ്ങളൊക്കെ ഹോസ്റ്റലിൽ പഠിക്കുന്നവരൊക്കെ കാണുമെങ്കിൽ കഴിയുന്നിടത്തോളം നമുക്ക് ഒരുമിച്ച് ചേരാനും ഒത്തൊരുമയോടായിരിക്കാനും ഒക്കെ ആയിട്ടുള്ള ആ ഒരു ഓക്സിറ്റോസിൻ, ആ ഒരു ഡി ഫോർ ഡോപ്പമിൻ, ഓ ഫോർ ഓക്സിറ്റോസിൻ. അപ്പം പിന്നെ എസ് ആൻഡ് ഇ അതെ, എസ് ഫോർ സെററ്റോണിൻ. സെററ്റോണിൻ എന്ന് പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞു, ഡോപ്പമിൻ ഒരു റിവാർഡ് കെമിക്കൽ എന്ന് പറഞ്ഞു.
ഓക്സിറ്റോസിൻ ഒരു ലവ് ഹോർമോൺ എന്ന് പറഞ്ഞു. സെറട്ടോണിൻ ഇസ് എ നാച്ചുറൽ മൂഡ് സ്റ്റെബിലൈസർ എന്നാണ് പറയുന്നത്. നമ്മൾ സ്റ്റെബിലൈസർ, ഇപ്പൊ എ സി ഉണ്ടെങ്കിൽ ഒരു സ്റ്റെബിലൈസർ, ടി വി എ സി ഒക്കെ നമ്മൾ സ്റ്റെബിലൈസർ വെക്കും. ഇലക്ട്രിക് കറണ്ട് ആണെങ്കിൽ ഫ്ലക്ച്വേഷൻസ് ഒന്നും ഈ ഗാഡ്ജറ്റിനെ അഫക്ട് ചെയ്യാതിരിക്കാൻ വേണ്ടി. എന്ന് പറഞ്ഞ പോലെ നമ്മുടെ മൂഡ് സ്റ്റേറ്റ്, നമ്മുടെ മനസ്സിന്റെ മൂഡ് സ്റ്റേറ്റിൽ അതും ഒത്തിരി വലിയ ഫ്ലക്ച്വേഷൻസ് ഒന്നും വരാതെ വളരെ ഒരു പ്ലസന്റ് ആയിട്ട് നല്ലൊരു രീതിയിൽ പോകുന്നത് ആ മൂഡ് സ്റ്റെബിലൈസർ. നമ്മളിപ്പം ലിഥിയം, വാൽപ്രോയിറ്റ് എന്നൊക്കെ പറയുന്ന കെമിക്കൽ മൂഡ് സ്റ്റെബിലൈസേഴ്സ് ഉണ്ട്. എന്നാൽ നാച്ചുറൽ ആയിട്ടുള്ള ഒരു മൂഡ് സ്റ്റെബിലൈസർ ദൈവം നമ്മുടെ ബ്രെയിനിൽ തന്നിട്ടുള്ള ഒരു കെമിക്കലാണ് എന്ത്? സെറട്ടോണിൻ. സെറട്ടോണിൻ റിലീസ് ഉണ്ടാകുന്ന ഒരു പ്രധാന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നാച്ചുറൽ സൺലൈറ്റിനോട് എക്സ്പോസ്ഡ് ആവുക. നമ്മളിപ്പോൾ രാവിലെ സൂര്യപ്രകാശത്തിലേക്ക് വന്ന് കുറച്ചു നേരം സൂര്യപ്രകാശമൊക്കെ കൊള്ളുന്നു, ഇളം വെയിൽ കൊണ്ടാൽ ഇളവനും കിളവനാവെന്ന് പറഞ്ഞാൽ ഇളവൻ പെട്ടെന്ന് കിളവനാവുന്നല്ല, ഇളവനാവുന്നിടം വരെയും ജീവിക്കും എന്ന് പറഞ്ഞാൽ അത് നല്ലതാണ്. അത് വൈറ്റമിൻ ഡിയുടെ പ്രൊഡക്ഷന് നല്ലതാണ്, ഒരു സെറട്ടോണിൻ റിലീസിന് നല്ലതാണ്, അതൊരു നാച്ചുറൽ മൂഡ് സ്റ്റെബിലൈസർ ആണ്. ഇത് മാത്രമല്ല ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ, ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് നന്ദി, ഇന്ന് നമുക്ക് ഇല്ലാത്തൊരു കാര്യമാണ്. എസ്പെഷ്യലി നമ്മൾ ചിലപ്പോൾ മലയാളികൾക്കൊക്കെ വളരെ കുറവുള്ള ഒരു കാര്യമാണ് എന്താ ഈ നന്ദി പറയുക എന്നുള്ളത്. എന്നാൽ നമ്മളൊരു വെറുതെ ഒരു ഫോർമാലിറ്റി ആയിട്ടല്ല, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കും. പരസ്പരം ഭാര്യ ഒരു നല്ല കാപ്പി ഇട്ട് കൊടുക്കുമ്പോൾ, ഇപ്പൊ കാപ്പി അത്ര നല്ലതല്ലെങ്കിൽ പോലും ഒരു താങ്ക് യു പറയുന്നു. അല്ലെങ്കിൽ ഭർത്താവ് ഒരു നല്ല ഷർട്ട് ഇടുമ്പോൾ ഇത് നിങ്ങൾക്ക് നന്നായിട്ട് ചേരുന്നുണ്ട്, ചേട്ടന് നന്നായിട്ട് ചേരുന്നുണ്ട് എന്നൊന്നും ഒരു നല്ല വാക്ക് പറയാം. വെറുതെ ഒരു മുഖസ്തുതി പറയുന്ന കാര്യമല്ല, ഉള്ള കാര്യം നമ്മളെ ഹൃദയത്തിൽ തട്ടി അത് അപ്രീഷിയേറ്റ് ചെയ്ത് ഗ്രാറ്റിറ്റ്യൂഡ് ആ ഒരു ദൈവത്തോടും മനുഷ്യരോടും നമ്മളുടെ കുഞ്ഞുങ്ങളെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോഴും ഹെൽപ്പ് ചെയ്യുമ്പോൾ ചെറിയ ചാരിറ്റി, ഹെൽപ്പിംഗ്, അതിലൊക്കെ ഡോപ്പമിൻ റിലീസിനോടൊപ്പം തന്നെ സെറട്ടോണിൻ റിലീസ് ഉണ്ടാവുന്ന ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. അപ്പം നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ, അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ, ഒരു ഗ്രീറ്റ് ചെയ്യുമ്പോൾ, ഒരു ഹാപ്പി ബർത്ത്ഡേ ഒന്ന് നമ്മൾ കലണ്ടറിലേക്ക് ഒന്ന് റിമൈൻഡർ ഒക്കെ വെച്ച് നമ്മുടെ ഒരു സുഹൃത്തിനെ ഗ്രീറ്റ് ചെയ്യുമ്പോൾ അവർക്ക് വലിയ സന്തോഷമല്ലേ. അപ്പൊ നമ്മളെ മറ്റുള്ളവർ ട്രീറ്റ് അതേഴ്സ് ഇൻ ദ സെയിം വേ ആസ് യു വുഡ് ലൈക്ക് അതേഴ്സ് ടു ട്രീറ്റ് യു. മറ്റുള്ളവർ നമ്മളോട് എങ്ങനെ പെരുമാറണം നമ്മൾ ആഗ്രഹിക്കുന്നു, അതുപോലെ നമ്മളും കൂടെ അങ്ങ് പെരുമാറുമ്പോൾ നമ്മൾ വൺ വേ ടു ബി ഹാപ്പി ഈസ് ടു മേക്ക് അതേഴ്സ് ഹാപ്പി. മറ്റുള്ളവരെ ഒന്ന് ഉത്സാഹിപ്പിക്കുന്നു, സന്തോഷിപ്പിക്കുന്നു, ഒരു അഭിനന്ദനം. ചിലപ്പോൾ നമ്മളോട് ചില കിറവുള്ള ചില ബന്ധുക്കൾ കാണും, അല്ലെങ്കിൽ ചില പിണക്കമുള്ള ചില അയൽക്കാർ കാണും, അല്ലെങ്കിൽ ചില കാര്യങ്ങളൊക്കെ കാണും. അപ്പൊ അവിടെയൊക്കെ നമ്മളൊരു ഇനിഷ്യേറ്റീവ് എടുത്ത് ചില കാര്യങ്ങളൊന്ന് സ്മൈൽ ചെയ്യുന്നു, ഒന്ന് ഗ്രീറ്റ് ചെയ്യുന്നു, ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നു, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മിസ്കമ്മ്യൂണിക്കേഷൻ കാരണം എന്തെങ്കിലും ഒരു എന്താ പറയുന്നത് ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വന്നതാണെങ്കിൽ ജസ്റ്റ് ഒരു സോറി പറയേണ്ട ഒരു കേസേ കാണത്തുള്ളൂ. സോറി, ഞാൻ അന്ന് എന്തോ പറഞ്ഞതോ ചെയ്തോ എന്തോ ശരിയായി പോയില്ല, സോറി, ഞാൻ അന്ന് അങ്ങനെ ഓർക്കാതെ അങ്ങനെ പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം എന്ന് പറയേണ്ട കാര്യമുള്ളൂ. പക്ഷെ അത് ഒത്തിരി നമ്മളുടെ സെറട്ടോണിൻ റിലീസ് ഉണ്ടാവും. ആ ഒരു സെറട്ടോണിൻ നാച്ചുറൽ മൂഡ് സ്റ്റെബിലൈസറാണ്. എൻഡോഫിൻ ആണ് നാച്ചുറൽ പെയിൻ കില്ലർ എന്ന് പറയുന്നത്. മോർഫിൻ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും, ഇങ്ങനെ പെയിൻ ഉള്ള ക്യാൻസർ രോഗികൾക്കൊക്കെ കൊടുക്കുന്ന മോർഫിൻ. എന്നാൽ എൻഡോജനസ് മോർഫിൻ എന്നുള്ളതിൽ നിന്നാണ് ഈ എൻഡോഫിൻ എന്നുള്ളൊരു പേര് ശാസ്ത്രീയമായിട്ട് നമ്മൾ ആ എൻഡോഫിൻ എന്നുള്ളൊരു ന്യൂറോ കെമിക്കൽ നമ്മുടെ ബ്രെയിനിൽ റിലീസ് ആവുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ നമ്മൾ അതിന്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ നന്നായിട്ട് എക്സസൈസ് ചെയ്യുമ്പോൾ. നമ്മൾ എല്ലാവരും വളരെ സെഡൻറ്ററി ലൈഫ് സ്റ്റൈല്, സ്വാഭാവികമായിട്ട് എല്ലാത്തിനും ഗാഡ്ജറ്റ്സ്, എല്ലാത്തിനും ഉപകരണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തെങ്കിലും നമ്മൾ കുറച്ചൊക്കെ നമ്മളെ കൊണ്ട് പറ്റുന്നിടത്തോളം എല്ലാ ദിവസവും എക്സസൈസ് ചെയ്യുമ്പോൾ, അത് സൂര്യപ്രകാശത്തെ എക്സസൈസ് ചെയ്യുമ്പോൾ ഡബിൾ ബെനിഫിറ്റ്, എൻഡോഫിനും മാത്രം വൈറ്റമിൻ ഡിയും കൂടെ കിട്ടും. അപ്പം ആ ഒരു നല്ല കുറച്ചൊരു ഇന്റൻസ് വർക്ക്ഔട്ട് നമ്മുടെ കാർഡിയാക് സ്റ്റേറ്റസ്, ഹൃദയത്തിന്റെ ആരോഗ്യ കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരവും എല്ലാം പറ്റുന്ന വർക്ക്ഔട്ട്, കുറച്ച് ബ്രിസ്ക് വാക്കിംഗ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കുറച്ച് എക്സസൈസ് ചെയ്യുമ്പോൾ, നടക്കുമ്പോൾ എൻഡോഫിൻ റിലീസ് ഉണ്ടാകും. അത് നമ്മൾ കുറച്ച് നേരം ഒന്ന് നടന്നിട്ടൊക്കെ വരുമ്പോൾ നമുക്ക് അതിന് മനസ്സൊന്ന് ഫ്രീ ആയിട്ടായിട്ട് തോന്നി, അത് കുറച്ച് എൻഡോഫിൻ റിലീസ് ഉണ്ടായിട്ടുണ്ട്. പിന്നെ വേറൊരു എൻഡോഫിൻ റിലീസിന്റെ ഒരു കാര്യം അവർ പറയുന്നത് വെച്ചാൽ ലാഫ്റ്റർ, നന്നായിട്ട് ചിരിക്കുമ്പോൾ നമ്മൾ ഇപ്പം തന്നെ നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇന്ന് നമ്മളെല്ലാവരും ചിരിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ നമ്മൾ പൊതുവേ കുറച്ച് മസിൽ പിടിച്ചിരിക്കുന്ന ആൾക്കാരാണ്. എന്ന് വെച്ചാൽ ഈ നമ്മളെ ശാസ്ത്രീയമായിട്ട് പറയുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ചിരിക്കാൻ ഒരു സെറ്റ് ഓഫ് മസിൽസ് വേണം. നമ്മുടെ ഫേഷ്യൽ മസിൽസ്, നമ്മുടെ മുഖത്ത് കുറെ പേശികളുണ്ട്, ഫേഷ്യൽ മസിൽസ്. ഫ്രൗൺ ചെയ്യാൻ, ദേഷ്യപ്പെടാനും കുറച്ച് മസിൽസ് വേണം. ഏതിനാ കൂടുതൽ മസിൽസ് വേണ്ടതെന്ന് ചോദിച്ചാൽ ദേഷ്യപ്പെടാനാ. അപ്പൊ ഒന്ന് ചിരിക്കാന് അത്രയധികം മസിൽസ് ഒന്നും വേണ്ട. കുറച്ച് മസിൽസിന്റെ ഒരു അക്ഷരം നമുക്കൊന്ന് പുഞ്ചിരിക്കാനും ചിരിക്കാനും ഒക്കെ. പക്ഷെ നമ്മൾ ദേഷ്യപ്പെട്ട് വളരെ സീരിയസ് ആയിട്ടിരിക്കാനും കൂടുതൽ മസിൽസ് വേണ്ടത്. അപ്പൊ അതുകൊണ്ട് റിലാക്സ് ആയിട്ട് കൂളായിട്ട് ഒന്ന് ചിരിക്കാനും ഒന്ന് തമാശ പറയാനും നമ്മൾ കുടുംബമായിട്ടിരുന്ന സുഹൃത്തുക്കളുമായിട്ടിരുന്ന ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചിരിക്കാനും ആ ഒരു ലാഫ്റ്റർ ദാറ്റ് വിൽ നമ്മൾ ആ ഒരു എന്റെ വയറ് വേദനിക്കുന്ന രീതിയിൽ ചിരിച്ചെന്നൊക്കെ നമ്മൾ പറയത്തില്ല എന്ന് പറഞ്ഞാൽ അത് ശരിക്കും ഒത്തിരി ഒരു
എൻഡോഫിൻ റിലീസ് ഉണ്ടായി എന്നുള്ളതാണ്. അത് അത്രയും ഒരു എൻഡോഫിൻ റിലീസ് ഉണ്ടായി. ഇപ്പം പിന്നെ ഞാൻ ഈ ഫൊഗീവിങ്ങിന്റെ കാര്യം പറഞ്ഞപ്പം ക്ഷമിക്കുന്നതിന്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ അതൊരു കോർട്ടിസോൾ സ്ട്രെസ് ഹോർമോൺ. ഞാൻ ഡോസിന്റെ കാര്യം പറഞ്ഞു. DOSC, ഡോപ്പമിൻ, ഓക്സിറ്റോസിൻ, സെററ്റോണിൻ, എൻഡോഫിൻ. പിന്നെ ഉള്ള ഒന്ന് രണ്ട് ന്യൂറോ കെമിക്കലിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഒന്ന് ഈ കോർട്ടിസോൾ സ്ട്രെസ് ഹോർമോൺ. നമ്മളൊന്ന് ക്ഷമിക്കുകയും ക്ഷമയോദിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ തന്നെ പല കോർട്ടിസോൾ സ്ട്രെസ് ഹോർമോൺസ് ഒക്കെ കുറയും. നമ്മൾ ക്ഷമിക്കാതിരിക്കും, ഭയങ്കര വൈരാഗ്യം, എനിക്ക് കണ്ണെടുത്താലും കണ്ടെത്തില്ല കാണത്തില്ല, ഞാൻ പകരം വീട്ടും, അങ്ങനെ വൈരാഗ്യം വിരോധമൊക്കെ കൊണ്ടിരിക്കുമ്പോൾ ആർക്കാ നഷ്ടം? നമുക്ക് തന്നെ നഷ്ടം. നമ്മളുടെ തന്നെ കോർട്ടിസോൾ കൂടി സ്ട്രെസ് ഹോർമോൺസ് കൂടി നമ്മുടെ ഉള്ള ഇമ്മ്യൂണിറ്റിയും കൂടെ കുറഞ്ഞ് നമുക്ക് ഇല്ലാത്ത അസുഖങ്ങളെല്ലാം വന്ന് ഉള്ള ആസ്മയും മൈഗ്രെയിനും എക്സിമയും ആർത്രൈറ്റിസും അൾസറും എല്ലാം സ്ട്രെസ് കാരണമെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ ഇതെല്ലാം ഇതുപോലുള്ള സൈക്കോസൊമാറ്റിക് ഡിസോർഡേഴ്സിലൊക്കെ ഒത്തിരി ഒരു ഫാക്ടറാണ്. നമ്മളങ്ങ് ക്ഷമിക്കുകയും കുറച്ചൊന്ന് വിട്ടുകൊടുക്കും, ലൈഫ് കുറച്ചുകൂടെ എൻജോയ് ചെയ്ത് കൂളായിട്ട് എടുക്കുമ്പോൾ ജീവിതം കുറച്ചുകൂടെ സന്തോഷഭരിതമാകും. പിന്നെ സൈറ്റോകൈൻ റെഗുലേഷൻ നമ്മൾ നന്നായിട്ട് ഒരു 8 മണിക്കൂറൊക്കെ നന്നായിട്ട് അങ്ങ് ഉറങ്ങുകയൊക്കെ ചെയ്യുമ്പോൾ സൈറ്റോകൈൻ റെഗുലേഷൻ ഒക്കെ നമ്മുടെ ബോഡിയിൽ നന്നായിട്ട് നടക്കുകയും ഇൻഫ്ലമേഷൻ ഒക്കെ കുറയും. അങ്ങനെ നമുക്ക് കുറച്ചുകൂടെ ഒരു ആരോഗ്യകരമായ ഒരു ജീവിതത്തിലേക്ക് വരാൻ സാധിക്കും. അപ്പം ജ്യോതിഷ് സാറ് പറഞ്ഞതുപോലെ ഞാൻ പ്രസംഗം കൺക്ലൂഡ് ചെയ്യുമ്പോൾ ഞങ്ങളൊരു പാട്ട് പാടി കൺക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. ലോകം മുഴുവൻ സുഖം പകരാൻ എന്നുള്ള പാട്ട്. എന്റെ വൈഫ് ശ്രീകല നല്ലൊരു പാട്ടുകാരിയാണ്. ഞാനും അത്യാവശ്യം പാടുമെന്ന് നിങ്ങൾ തന്നെ പറയണം, പാടുമില്ലയെന്ന്. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു നമ്മുടെ കോവിഡ് കാലത്ത് നമ്മുടെ ഗായകരൊക്കെ പാടി സൂപ്പർ ഹിറ്റാക്കിയ ആ ഒരു പാട്ട്, അതൊരു ആശംസയായിട്ട് ശ്രീകലം കൂടെ മുമ്പോട്ട് വരുവാണെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ അതൊരു യുഗ്മഗാനമായിട്ട് പാടാമെന്ന് ആഗ്രഹിച്ച് കൺക്ലൂഡ്. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. കദന നിവാരണ കനിവിന്നുറവി ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. പരീക്ഷണത്തിൻ വാൾമുനയേറ്റി ഹൃദയക്ഷതിയായി രക്തം ചിന്തി താങ്ങായി തണലായി താദാനാഥ കരം പിടിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. പുല്ലിൽ പൂവിൽ പുഴുവിൽ കിളിയിൽ ജീവബിന്ദുവിൻ അമൃതം തൂകിയ ആനന്ദത്തിൻ അന്ധകാരമിതിൽ അവതരിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. കദന നിവാരണ കനിവിന്നുറവി ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. താങ്ക് യു.